പോകുന്നത് ഒരു കുഞ്ഞു മാണാറ്റാണ്. വിഷയം പേവിഷബാധ. നമുക്കെങ്കിൽ തുടങ്ങാം. എന്താ മണിക്കുട്ടിയെ, പാട്ടൊക്കെ പാടി നല്ല സന്തോഷത്തിലാണല്ലോ. ആവശ്യമ്മ, ഇത് നോക്കിയേ, എന്തോ ഒരു സമ്മാനമാണ് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത്. ഇത് പറയുന്ന മത്സരത്തിന്റെ, ഇത് പ്രസംഗത്തിന്. ആഹാ, ഇത് കുറെ ഉണ്ടല്ലോ. അല്ലേലും എന്റെ മണിക്കുട്ടി മിടിക്കല്ലേ. മണിക്കുട്ടിയെ, സ്കൂൾ വിട്ടിട്ട് എത്ര നേരമായി മണിക്കുട്ടി? നിനക്ക് വീട്ടിൽ കയറാൻ പാവൊന്നും ഇല്ലേ? നോക്കിയത് നിന്റെ മോൾ എത്ര സമ്മാനാ വാങ്ങി വന്നേന്ന്. ആണോ? അമ്മയുടെ പൊന്നു മോള്, വേഗം പോയി കുളിച്ചിട്ട് വാ. അമ്മേന്റെ പൊന്നിന് ഇഷ്ടപ്പെട്ട ചക്കയട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹായ്, ഞാനിപ്പോ വരാം. നല്ല മോള, നിങ്ങളുടെ ഭാഗ്യ അവള്. അതേ വിഷമ, ഞങ്ങൾ അവർക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നത്. ബാലേട്ടൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഒരു മടിയുമില്ല. അമ്പിളി മാമനെ വേണേലും മൂപ്പര് പിടിച്ചെടുക്കും. അമ്മേ, ദേ അച്ഛൻ വന്ന്. അച്ഛാ, ഇത് കണ്ടോ? ഇതെല്ലാം എനിക്കിന്ന് കിട്ടിയതാ. അച്ഛന്റെ ചക്കര മിടിക്കല്ലേ. മോളുടെ മിൻ ടീച്ചർ വിളിച്ചിരുന്നു. ഏതോ ഒരു മത്സരത്തിൽ നമ്മുടെ മോളെ അത്ര സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നെന്ന്. കുഞ്ഞ് നല്ലോണം പഠിക്കണം കേട്ടോ. അച്ഛാ, ഇന്ന് മിനി ടീച്ചർ എല്ലാരോടും ചോദിച്ച് ആരാവണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വലിയൊരു ഡോക്ടർ ആണോന്ന്. നന്നായി പഠിച്ചാലേ ഡോക്ടർ ആവാൻ പറ്റുമെന്ന് ടീച്ചർ പറഞ്ഞത്. അച്ഛാ, മണിക്കുട്ടി വേഗം കഴിക്ക്, സ്കൂളിൽ പോകാൻ സമയമാവുന്നു. റോഡരികിൽ കൂടെ നടക്കാവൂ. അമ്മ ചേച്ചിയുടെ കൈ വിട്ട് ഓടരുത് കേട്ടോ. എന്തൊരു ശല്യമായത്. എന്താ വിഷമ? പട്ടികളുടെ ശല്യം കാരണം സഹിക്കാൻ വയ്യ. എത്ര പരാതിപ്പെട്ടിട്ടാ ഒരു കാര്യമില്ല. അമ്മ ചേച്ചി, അമ്മ ചേച്ചി. മോളെ, അമ്മ ഒന്നും വരുന്നില്ല. അവൾക്കേ പനിയായി കിടക്കുക. ആണോ? എങ്കിൽ ഞാൻ പോട്ടെ. ശ്രദ്ധിച്ചു പോണേ. പട്ടി പട്ടി പട്ടി, അയ്യോ പട്ടി അടിക്കാൻ പറ്റേ. പട്ടി പട്ടി, എന്റെ കൊച്ചിനെ പേടിക്കാനൊന്നുമില്ല. പട്ടി അടിച്ചിറങ്ങി സമാധാനപ്പെടുന്ന നമുക്ക് ഡോക്ടർ അടുത്തൊന്ന് പോവാ. സാറേ, എന്റെ മോള് തലയിലടക്കം കടിയേറ്റിട്ടുണ്ട്. ആഴത്തിലുള്ള മുറിവുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. സമാധാനപ്പെടും. കൊല്ലത്ത് നായയുടെ കടിയേറ്റ വിദ്യാർത്ഥിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെള്ളം. എങ്ങനെയും എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം സാറേ. നിങ്ങൾ എന്ത് വേണേലും ചെയ്യാം. സോറി, ഞങ്ങൾ ചെയ്യേണ്ടതിനെ പരമാവധി ശ്രമിച്ചു. പക്ഷേ അയ്യോ, കൊല്ലത്ത് നായയുടെ കടിയേറ്റ വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചിട്ടാണ് പട്ടികൾ കൂട്ടം ചേർന്ന് ആക്രമിച്ചത്.
വാക്സിനേഷൻ എടുത്തിട്ട് പോലും പേവിഷബാധയേറ്റ് മരിക്കേണ്ടി വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇതിൽ ഏറെ കുരുന്ന ജീവനുകളാണുള്ളത്. ഏറെ സങ്കടകരം തന്നെയാണ്. ഇനി ഒരു കുരുന്ന ജീവൻ പോലും പൊരിയാതിരിക്കാനും ഒരമ്മയുടെ കണ്ണുനീർ വീഴാതിരിക്കാനും നമുക്ക് കൊണ്ടുവരാം. നന്ദി, നമസ്കാരം.